ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബി കോയിൻ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ബോട്ടിലൂടെ മൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോയിനുമായിട്ടാണ്. ഇതിൻ്റെ പുറകിലുള്ളത് നോട്ട് കോയിൻ്റെ ടീം തന്നെയാണ്. നോട്ട് കോയിൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന അതേ ടീം തന്നെയാണ് ഇതിന് പുറകിലുള്ളത്. നോട്ട് കോയിൻ അറിയാത്തവർക്ക് നോട്ട് കോയിൻ ഇതുപോലെ നമ്മൾ ടെലഗ്രാമിലൂടെ ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും മുടക്കില്ലാതെ ടാപ്പ് ചെയ്ത് മൈൻ ചെയ്തൊരു കോയിനാണ്. അത് ഇപ്പോൾ ഹോൾഡ് ചെയ്തവർക്ക്, അന്ന് ഞാൻ സെല്ല് ചെയ്യരുതെന്ന് കുറേ ആൾക്കാരോട് 5-6 ആൾക്കാർ എൻ്റെ ഇപ്പോൾ മൈൻ ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾഡ് ചെയ്യാൻ, സ്റ്റേക്ക് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേക്ക് ചെയ്തവർക്ക് ഇപ്പോൾ ഡബിൾ ലാഭമാണ്, ഇപ്പോൾ നല്ല രീതിക്ക് പമ്പായിട്ടുണ്ട്. അപ്പോൾ അതേ ടീം തന്നെയാണ് ഈ ഒരു കോയിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് ഞാൻ വളരെയധികം ഹോപ്പ് വെക്കുന്നൊരു കോയിനാണ്. അപ്പോൾ ഇതിലെങ്ങനെ ഏൺ ചെയ്യാമെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ബോട്ട് ഓപ്പൺ ആവും. ടെലഗ്രാം ബോട്ട് വേറെ ആപ്പോ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ടെലഗ്രാം ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസാണ് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് ഒരു 2 കാണാൻ പറ്റും. അപ്പോൾ സ്ലൈഡ് ആൻഡ് ബി മൈൻ എന്ന് കാണിക്കുന്നുണ്ട്. അതിന് ഈ 2 കൊണ്ടൊന്ന് ഈ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഇതൊരു ഗെയിമാണ്. ബേസിക്കലി പറഞ്ഞാൽ ടാപ്പിംഗ് ഗെയിം അല്ല, നമ്പേഴ്സ് വെച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ്. സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് രണ്ടും മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഡബിളായി മാറും. ഞാൻ ഗെയിമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് കളിച്ചാൽ ഈസി ആയിട്ട് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഈ രണ്ടും ജസ്റ്റ് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആവും. അങ്ങനെ ഇനി 4 ചെയ്ത് കഴിഞ്ഞാൽ 8 ആവും. അങ്ങനെ ഈ ഒരു ഫുൾ കോളം, ഈ ഒരു ഫുൾ ബ്ലോക്കുകൾ ഫുൾ നിറയുന്നവരെ നിങ്ങൾക്ക് കളിക്കാൻ അതിനനുസരിച്ച് ഇവിടെ ബി പോയിൻറ്റ്സ് ആഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്പേഴ്സ് ഇങ്ങനെ ജനറേറ്റ് ആവും. അത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വലിയ നമ്പേഴ്സാക്കി മെർജ് ചെയ്ത് കൊണ്ടുവരിക. ഞാനിതിനെപ്പറ്റി ഓവറായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈസി ആയിട്ട് തന്നെ മനസ്സിലാവുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ടെലഗ്രാം ചാനലിൽ 2 ദിവസം മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എല്ലാ അപ്ഡേറ്റ്സും പെട്ടെന്ന് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനലിൽ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റ്സും ഫസ്റ്റ് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി ഈ ബോട്ടിൽ കയറാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ കളിക്കാൻ പറ്റുന്നില്ല, റിഫ്രഷ് ചെയ്യുമ്പോൾ ഇഷ്യൂ, അങ്ങനെ ഇഷ്യൂ എല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് ഇഷ്യൂ വരാം. കാരണം പുതിയൊരു സംഭവമാണ്, ഇത് എയർലി സ്റ്റേജിലാണ് ഈ ബി കോയിൻ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ ഇപ്പോൾ തന്നെ പറയാം. അപ്പോൾ ഈ ബോട്ടിന് കുറേ ഇഷ്യൂസ് വരാം. ചിലപ്പോൾ സെർവർ ഓവർലോഡ് ആവാം, ചിലപ്പോൾ മെയിൻ്റനൻസ് വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അഥവാ ഈ ബോട്ട് തുറക്കാൻ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ റീലോഡ് പേജ് ഉണ്ട്, റീലോഡ് പേജ് കൊടുത്താൽ ഒന്ന് റിഫ്രഷ് ആവും, അപ്പോൾ ലോഡാവും. എന്നിട്ട് ലോഡാവുന്നില്ലെങ്കിൽ ഈ ബോട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വരുന്നില്ലെങ്കിൽ ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. സെർവറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അത് കഴിയുമ്പോൾ ലോഡാവുന്നതാണ്. ഓക്കെ, അല്ലാതെ എനിക്ക് മെസ്സേജ് ബ്രോ ലോഡാവുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്കിതിലൊന്നും ചെയ്യാനില്ല, ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമല്ലല്ലോ. ഞാൻ നിങ്ങളത് അറിയിക്കുന്നു, ഇത്ര നല്ലൊരു ക്യാഷ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാണ് ഇത് കളിച്ച് നോക്കേണ്ടതും, ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് സോൾവ് ആക്കേണ്ടതും ഒക്കെ. അപ്പോൾ ഞാൻ എങ്ങനെ സോൾവ് ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഗെയിം കളിക്കേണ്ട എങ്ങനെയാണ് നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവും. ഏതൊരു ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന ഗെയിമാണ്, അതുകൊണ്ട് ഞാൻ അധികം ഇതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഈ ബ്ലോക്കുകളെല്ലാം ഇപ്പോൾ കുറച്ച് ബ്ലോക്ക് അധികം ഫില്ലായി. അപ്പോൾ എനിക്ക് ഇങ്ങനെ നമ്പേഴ്സ് കൂട്ടി ബ്ലോക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി ഫില്ലായി കഴിഞ്ഞാൽ ഈ ഗെയിം അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പോയിന്റ് യു വിൻ എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇടയ്ക്ക് നെറ്റ് പോയാലൊക്കെ ഇവിടുന്ന് കട്ടായി പോകും, പിന്നെ ഫസ്റ്റ് മുതൽ കളിക്കേണ്ട വരും. അപ്പോൾ എന്തുകൊണ്ട് ആദ്യം തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഗെയിമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എനിക്ക് 20,000 പോയിൻ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ കയറിയതുകൊണ്ടാണ്. എൻ്റെ ടെലഗ്രാമിലുള്ളവരും കുറേ മൈൻ ചെയ്തിട്ടുണ്ട്, അവരും ആദ്യം തന്നെ കയറി. അതുപോലെ ഒരു ദിവസം നിങ്ങൾക്ക് 4 എനർജിയാണ് കിട്ടുക. 4 മാച്ചാണ് 5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുക. 4 മാച്ച് കളിച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂർ കൂൾ ഡൗൺ ആണ്. പിന്നെ 5 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് 4 ചാൻസ് കിട്ടും. അങ്ങനെയാണ് കളിക്കേണ്ടത്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് കളിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, എന്നാണ് ഈ കോയിൻ ലിസ്റ്റ് ആവുക, എന്നാണ് നമുക്കിത് വിഡ്രോ അടിക്കാൻ പറ്റുക. അത് നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഇതിൽ ഈ ബി കോയിൻ്റെ വർക്കാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹാൾവിങ് വെച്ചിട്ടാണ് ഇവരുടെ കോയിൻസിൻ്റെ എണ്ണം കണക്കാക്കുന്നത്. അതറിയാനായിട്ട് ബി കോയിൻ ഹാൾവിങ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ഒരു ഹാൾവിങ് ഓൾറെഡി കഴിഞ്ഞു. ആ ഹാൾവിങ്ങിന് മുമ്പ് ഒരു ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് 100-200 പോയിൻ്റൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുക 5ഉം 10ഉം ഒക്കെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഹാൾവിങ് കഴിഞ്ഞു. 3rd ഹാൾവിങ് എപ്പോഴാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. 6.3 ബില്യണിലാണ് അടുത്ത ഹാൾവിങ് വരുന്നത്. ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 21 ബില്യണാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ 3rd ഹാൾവിങ് ആണ് ഇനി വരാതിരിക്കുന്നത്. നിങ്ങൾ കളിക്കുന്തോറും ഇവിടുത്തെ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇത്രയും പ്ലെയേഴ്സ് മൈൻ ചെയ്ത് 6.3 ബില്യൺ എത്തിയാൽ 3rd ഹാൾവിങ് നടക്കും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റിൻ്റെ എണ്ണം പകുതിയാവും. ഹാൾവിങ് എന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഹാൾവിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാച്ച് അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ച് കഴിയുമ്പോൾ ആ ബ്ലോക്ക് ഫുള്ള് ഫില്ലായി നിങ്ങളുടെ ഗെയിം ഓവറായാൽ നിങ്ങൾക്ക് കിട്ടുന്ന 100 പോയിൻ്റാണെന്ന് അസ്യൂം ചെയ്യുക, വിചാരിക്കുക. അപ്പോൾ ഹാൾവിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 പോയിൻ്റ് കിട്ടിക്കൊണ്ടിരുന്ന കളിയിൽ നിന്ന് നിങ്ങൾക്ക് ഹാൾവിങ്ങിന് ശേഷം കളിക്കുമ്പോൾ 50 പോയിൻ്റേ കിട്ടുള്ളൂ. കാരണം അത് പകുതിയായി. അതാണ് ഹാൾവിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ ഹാൾവിങ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റിൻ്റെ എണ്ണം പകുതി ആയിക്കൊണ്ടിരിക്കും. 10 പോയിൻ്റ് ഒരു കളി കിട്ടുകയാണെങ്കിൽ അടുത്ത ഹാൾവിങ്ങിന് കഴിഞ്ഞ് കളിക്കുമ്പോൾ 5 പോയിൻ്റായിട്ട് മാറും. അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എത്ര പെട്ടെന്ന് നിങ്ങൾ മൈൻ ചെയ്യുന്നു അത്രയും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ മൈൻ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 6.3 അടുത്ത ഹാൾവിങ് നടക്കും. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സപ്ലൈൻ്റെ പകുതിയായി മാറും. അങ്ങനെ 5-6 ഹാൾവിങ് അല്ലെങ്കിൽ 4-5 ഹാൾവിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സംഭവം ലിസ്റ്റ് ആവുമെന്നാണ് പറയുന്നത്. അവരുടെ തന്നെ വീഡിയോ ഞാൻ ടെലഗ്രാം ചാനലിൽ അന്ന് തന്നെ ഇവരുടെ കോയിൻ റിലീസായ അന്ന് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. മൈനിങ് സ്റ്റാർട്ടായ അന്ന് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും 4-5 ഹാൾവിങ്ങിന് ശേഷമായിരിക്കും ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ആവുക, എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ആവുക. അപ്പോഴാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുക. ഓക്കെ,
അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മൈൻ ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം മൈൻ ചെയ്ത് വെക്കുക. നേരം വൈകുന്നതോറും നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഹാൾവിംഗ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറഞ്ഞത്, വിഡ്രോ കിട്ടാനായിട്ട് വിഡ്രോയിൽ വരാൻ ലിസ്റ്റിംഗ് ആവണം. ലിസ്റ്റിംഗ് ആവണമെങ്കിൽ 4 or 5 ഹാൾവിംഗ് കഴിയണം. ഓക്കെ, അപ്പോൾ ലിസ്റ്റിംഗ് വന്നാൽ എങ്ങനെ സെല് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാം എങ്ങനെ വിഡ്രോ അടിക്കാൻ. അപ്പോൾ കിട്ടാനായിട്ട് സബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയേ പറയാനുള്ളൂ, അത് റെഫറലാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട് കളിച്ചുണ്ടാക്കുന്ന കോയിൻ്റെ പകുതി 50% നിങ്ങൾക്ക് ആഡ് ആവും. ഓക്കെ, അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തൊരു ഗെയിം കളിച്ച് കോയിൻസ് മാക്സിമം ഉണ്ടാക്കി വെക്കുക. എത്രയും പെട്ടെന്ന് പറ്റും അത്രയും പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഓരോ 5 മണിക്കൂർ കൂടുമ്പോഴും കയറി കളിക്കാനും ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ബഡ്ഡീനെ നിങ്ങളുടെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ അവർ കളിക്കുന്നതിൻ്റെ 50% നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ. അപ്പോൾ ഇതുവരെ മൈനിങ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക. ടാപ്സ് ആപ്പ്, മീഫൈ, അതുപോലെ തന്നെ ബ്ലം, അതുപോലെ കുറേ പ്രൊജക്റ്റുകൾ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കുക എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോസൊക്കെ എന്നാലേക്ക് നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.